ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിലെ പ്രതി നാരായണദാസ് അറസ്റ്റിൽ. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ഉടൻ അറസ്റ്റിലാകും. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പോലീസ്. കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്നും ഗൂഢാലോചന നടത്തിയെന്നും നാരായണദാസ് പോലീസിനോട് സമ്മതിച്ചു. കേസിൽ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയെ രണ്ടാം പ്രതിയാക്കി കേസെടുത്തു. ഷീലയെ കുടുക്കാൻ നൈജീരിയൻ സ്വദേശിയിൽ നിന്ന് വ്യാജ ലഹരി സ്റ്റാമ്പ് വാങ്ങുകയായിരുന്നു. ഷീലയെ കുടുക്കിയതിന് പിന്നിൽ മരുമകളുമായുള്ള കുടുംബ പ്രശ്നങ്ങളാണെന്നും ഷീല മകനുമൊത്ത് ഇറ്റലിയിലേക്ക് പോകാൻ തീരുമാനിച്ചതും കുടുക്കാൻ കാരണമായെന്നും പോലീസ് പറഞ്ഞു. നമ്മുടെ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ 3 ദിവസമായിട്ട് കേസിൻ്റെ അന്വേഷണമായിട്ട് ബാംഗ്ലൂരുണ്ടായിരുന്നു. ഇന്നലെ ഇലക്ട്രോണിക് സിറ്റിയുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ താമസ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ പുലർച്ചെ 4:30 ഇവിടെ കൊണ്ടുവന്നു വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണ്. ഒരു ഗൂഢാലോചനയുണ്ട്, കൃത്യത്തിന് പങ്കാളിയാണെന്നുള്ള മൊഴി നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 12:30 മണിക്ക് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കും. 2023 ഫെബ്രുവരി 27-നാണ് ഷീലയുടെ സ്കൂട്ടറിൽ നിന്ന് വ്യാജ ലഹരി സ്റ്റാമ്പുകൾ പിടിച്ചത്. അറസ്റ്റിലായ ഷീല 72 ദിവസം ജയിലിലായിരുന്നു. തന്നെ കുടുക്കിയതാണെന്ന് ചൂണ്ടിക്കാട്ടി ഷീല കോടതിയെ സമീപിച്ചതോടെയാണ് പ്രതികൾ കുടുങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.